ഇത് നമുക്ക് അതായത് ഇപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇത് നമുക്ക് പോകുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇത് മാറ്റാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടാവും. ഇത് നമുക്ക് ഇപ്പം നമ്മൾ മാനുവൽ മോഡിലാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ അത് 3-ാം ഗിയറിലാണ്, ഇപ്പോൾ 4-ാം ഗിയറിലെത്തി മാനുവൽ. ഇനി ഇത് വീണ്ടും ഇതിൻ്റെ സ്പോർട്ട് മോഡ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഗിയർ ഒന്നും കൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഹിൽ ഹോൾഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ കേട്ടോ. പിന്നെ ഇതിന് മൈലേജ് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കും. 6 ഇഞ്ച് ടയറാണ് നമ്മളിപ്പോൾ ഈ ഒരു 2 വിരലുകൊണ്ട് കറക്കുന്നത് കണ്ടില്ലേ. ഒരു കോൺഫിഡൻറ്റ് ഡ്രൈവ്. ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ 4drive വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിന്, കാരണം വെച്ചാൽ ഈ വിർട്ടസിൻ്റെ റിവ്യൂസും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ അത് തോന്നിടാത്ത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബോറടിച്ചു എന്ന് കരുതി കൊണ്ടാണ് ഞങ്ങൾ ഡ്രൈവും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചാത്തത്. അപ്പോൾ ഡ്രൈവിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അന്ന് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവ് ആണെന്ന് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് കാണാത്തവർക്ക് നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി, 4drive വ്ളോഗ്സ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ അതിലുണ്ടാവും ഇതിൻ്റെ ആൾ ഓവർ റിവ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് സ്പെക്സ് അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങളും രസങ്ങളും ഇതിലുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡാണ്. അപ്പം ഇനി അത് കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫ്രണ്ടൊക്കെ അത്യാവശ്യം പ്രീമിയം സ്റ്റാൻഡ് തന്നെയാണ്. അന്ന് നമ്മൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല, മെയിൻ്റെനൻസ് പറഞ്ഞിട്ടില്ല, എൻജിൻ സ്പെക്ക് പറഞ്ഞിട്ടില്ല, ലെങ്ത്ത് പറഞ്ഞിട്ടില്ല, വിഡ്ത്ത് പറഞ്ഞിട്ടില്ല, ഡ്രൈവിംഗ് ക്യാപ്പബിലിറ്റി പറഞ്ഞിട്ടില്ല, കംഫർട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും ഇന്ന് നമ്മൾ ഈ ഒരു ഡ്രൈവിലൂടെ പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സ്പെക്സും ഇന്ന് നമ്മൾ ഡ്രൈവിലൂടെ പറയും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യു ആർ വാച്ചിങ് 4drive വ്ളോഗ്സ് ആൻഡ് ഇറ്റ്സ് മീ ഷർബീൽ. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ വിർട്ടസ് ഡ്രൈവിന് എടുക്കാണ് കേട്ടോ. അച്ഛനെ വണ്ടി കയറി ബാക്കി നമുക്ക് തുടർച്ചയായി പറയാം. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഡ്രൈവിന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എൻജിൻ സ്പെക്സും കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാം. അപ്പോൾ ഇത് ആദ്യം തന്നെ പറഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെഹിക്കിൾ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു എഞ്ചിൻ ഓപ്ഷൻസും കൂടി ഉണ്ട്, 1.5 വരുന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അത് GT ആണ്. അത് ഇതേക്കാളും കുറച്ചുകൂടി പവറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ഏകദേശം ഒരു 179 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകദേശം 113 bhp ആണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ 1.5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 250 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 150 bhp കാര്യങ്ങളൊക്കെ അതിനും വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈവ് ചെയ്തിട്ടാണ് അത് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പവർ നമുക്ക് ഫീൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈവ് ചെയ്തിട്ട് ഇത് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബാഡ് ഫീൽ വരും. അതായത് അത്രത്തോളം പവർ ഇതിന് കിട്ടില്ല, എങ്കിൽ ഇതിന് പവർ ഇല്ല എന്നല്ല. അതുപോലെ തന്നെ പിന്നെ അതൊരു സെഡാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസിബിലിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒരു അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം, അച്ഛനൊന്നും കാണില്ലടാ. അതായത് അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് 179 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് അപ്പോൾ തന്നെ ഒരു SUV-ൻ്റെ അവിടേക്ക് എത്തി. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു SUV വേണം എന്നാൽ അതുപോലെ തന്നെ ഈ ഒരു സെഡാനും ഇത് രണ്ടും കൂടി മിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ Volkswagen VIRTUS എടുക്കട്ടോ. കാരണം വെച്ചാൽ അടി തട്ടൊന്നും യാതൊരു പേടിയും കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്ത്യൻ റോഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല ബമ്പും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടറിഞ്ഞെടുത്തതാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്യാവശ്യം 179 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏകദേശം എത്രയാണ് 15,000-ലാണല്ലേ സർവീസ് വരുന്നത്. 15,000-ലാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് മെയിൻ്റെനൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വരുന്നുള്ളൂ, 4 മാസമായിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്. ഏകദേശം 4.5 മീറ്ററോളം ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.7 മീറ്ററോളം വിടുത്തും വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 മീറ്ററോളം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പ്രൈസ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? 13 ലക്ഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1350 മുതൽ ഏറ്റവും ടോപ്പ് 18-32 ഇത്രയല്ല ഏറ്റവും ടോപ്പ് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് 19 വരെ അല്ലേ ഏറ്റവും ടോപ്പ് പ്രൈസ് കേട്ടോ. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒക്കെ ഡിജിറ്റലാണ്. അതായത് ഒരു ഓഡി ടച്ചപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അത്യാവശ്യം അവിടെ ഇവിടെ ഒരു ഓഡിൻ്റെ ടച്ചപ്പ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ നമുക്ക് അത്യാവശ്യം ഒരു ഹൈൻ്റെ ഒരു ഹൈറ്റ് തന്നെയാണ്. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല കേട്ടോ. പിന്നെ എടുത്ത് വരേണ്ട മറ്റൊന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റീരിങ്ങിൻ്റെ ഒരു വെയിറ്റ് ആണ്. അതായത് 16 ഇഞ്ച് ടയറാണ് നമ്മളിപ്പോൾ ഈ ഒരു 2 വിരലുകൊണ്ട് കറക്കുന്നത് കണ്ടില്ലേ. ഒരു കോൺഫിഡൻറ്റ് ഡ്രൈവിംഗ് ആണ് ഇതിന് വരുന്നത്. അതായത് നമുക്ക് കയ്യിൽ നിന്ന് പാളൊന്നുമില്ല ഒരു പേടി മേടിച്ചിട്ട്. ഇപ്പോൾ നല്ലൊരു ടേണിംഗ് ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് അത്യാവശ്യം ഒന്നൊരു ഈ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, നമുക്ക് എന്നാലും പതുക്കെ ഒന്ന് ടേൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ടേൺ ചെയ്യാം. അത് തീരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു കോൺഫിഡൻഷ്യൽ ഡ്രൈവിംഗ് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാണ്, ആക്സിലറേറ്റർ കൊടുക്കുകയാണ്.
ഇപ്പോൾ ഓവർടേക്ക് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ വണ്ടി 1 ലിറ്റർ മോട്ടറാണെന്ന് ആദ്യം തന്നെ ഓർക്കണം. ഏകദേശം 1 ലിറ്റർ മോട്ടറാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ 1.5 എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. ഇത് 1 ലിറ്റർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. മറ്റേത് 1.5 ലിറ്റർ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ അല്ലേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് അതിന് കൂടും. ഇനി അവിടെ റൈറ്റോ നമ്മൾ ഹൈവേയിൽ കയറി അല്ലേ. ഇപ്പം നമ്മൾ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്കിത് മാനുവൽ ട്രാൻസ്മിഷൻ ആക്കിയാണ്ട് യൂസ് ചെയ്യാം. അതായത് ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ടല്ലേ ഈ 2 പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ആക്കിയാണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 സ്പീഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 വരുന്നത് 7 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് അപ്പ് ചെയ്യണം ആക്സിലേറ്റർ നോക്കിക്കോളി. ഒരു ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. നോക്കോട്ടെ ഇനി ജസ്റ്റ് ഒന്ന് RPM റൈസ് ആകുമ്പോൾ നോക്കിക്കോളി കേട്ടോ. വണ്ടി ഒന്ന് സ്പോട്ടിലേക്ക് മാറി നോക്കിക്കോളി. എല്ലാവരും മൂളൊക്കെ എത്രത്തോളം ഇതിൽ വ്യക്തമായിട്ട് അറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് വൈബ്രേഷൻ അല്ലെങ്കിൽ ഉള്ളിലേക്ക് നോയ്സ് പരമാവധി കുറച്ചിരിക്കുന്നു. കാരണം തീരെ ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒട്ടുമിക്ക വാഹനങ്ങൾ അങ്ങനെയാണല്ലോ ഇപ്പോൾ. ഒക്കെ നല്ലൊരു എന്താ പറയുക സൈലൻറ്റിലൊക്കെയാണ് പോണത് കേട്ടോ. പിന്നെ ഇതിന് മൈലേജ് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കും? ഇതിന് 18 സർട്ടിഫൈഡ് മൈലേജ് ആണ് ഓട്ടോമാറ്റിക്കിന് കമ്പനി പറയുന്നുള്ളത്. 18 നമ്മൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ഒക്കെ ഉള്ളത് നമുക്കൊരു 16-17 റേഞ്ചിൽ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് സിറ്റി ഡ്രൈവിൽ പറയുന്നുണ്ട്. 16 അപ്പോൾ കയറി കഴിഞ്ഞാൽ 20ന്റെ മുകളിൽ കിട്ടുന്ന കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജിൽ വാഹനമുണ്ട്. വില കുറവാണ്, അതുപോലെ തന്നെ മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. കാരണം ഇന്ത്യൻ റോഡിൽ പറ്റിയ മൈലേജ് തന്നെയാണ്. കസ്റ്റമേഴ്സ് പറയുന്നത് വെച്ചാൽ 16 വരെ സിറ്റിയിൽ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ 20ന് മുകളിൽ നമുക്ക് ഹൈവേയിലൊക്കെ കിട്ടിയിരിക്കണമെന്നുള്ള കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വരുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജോ വിളിക്കുക എന്താ വെച്ചാൽ ചെയ്തോളി. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അതിൽ പറയാം. പിന്നെ ഇതിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് മാനുവൽ ആയിക്കാണ്ടാണ്. അതായത് ഇലക്ട്രിക്കലി അല്ല, പവേർഡ് അല്ല വരുന്നത്, സാധാരണ നോർമൽ ആയിക്കാണ്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഗായ്സ് അപ്പോൾ നമ്മൾ ഹിൽ ഹോൾഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് ആ ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് നോക്കുക. അപ്പോൾ ഹിൽ ഹോൾഡ് ടെസ്റ്റ് ചെയ്യാണ്. ഇവിടെ തന്നെ നമ്മൾ ഗ്രാൻഡ് വിറ്റാർ നമ്മൾ റിവ്യൂ എടുത്ത് ഡ്രൈവ് എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഡേ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടുന്ന് പോരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിൽ ഹോൾഡും ടെസ്റ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാണ് നോക്കിക്കോളി. ഇപ്പോൾ ഏകദേശം 37 km/h പോണത്. കണ്ടില്ലേ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അതായത് ആ ഒരു എന്താ പറയുക ബാക്കിൽ ഡിസ്ക് എല്ലാം ഉണ്ടെങ്കിലും ആ ഒരു ഫീൽ നമുക്ക് ഇതിന് കിട്ടില്ല. കാരണം ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 179 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കുയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം മലപ്പുറം ഹൈവേ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ ആക്സലേഷൻ ഒന്നും കൂടി ബൂസ്റ്റ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം 48 ഏകദേശം 9 സെക്കൻഡാണ് തോന്നുന്നത് 100ലേക്ക് എടുക്കേണ്ട പവർ. അതായത് 100ലേക്ക് എത്തേണ്ട ഒരു ടൈം എന്ന് വെച്ചാൽ 9 സെക്കൻഡോളാണ് തോന്നുന്നു. ഇപ്പോൾ 53ലാണ് കേട്ടോ പോണത്. എന്നാലും ഒരു കോൺഫിഡൻസിലാണ്. അത് ഞാൻ ഇപ്പോൾ ടേണിങ് എടുക്കാന്നുണ്ടെങ്കിലും കയ്യിൽ നിന്ന് വണ്ടി പോകണില്ല. അതായത് ഒരു സ്റ്റേബിൾ ആണ് വരുന്നത്. അല്ലെങ്കിൽ റോഡ് ആയിക്കാണ് അല്ലെങ്കിൽ റോഡിൽ ഇരുന്ന് ആ ഒരു സ്റ്റേബിൾ ആണ് വരുന്നത്. നോക്കിക്കോളി കണ്ടില്ലേ നല്ല പക്ക ടേണിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതുപോലത്തെ വണ്ടികളൊക്കെ മുന്നിലേക്ക് ചാടുമ്പോൾ ഗീർമ കൈവെക്കേണ്ട യാതൊരു കാരണമല്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട്. പ്ലസ് നമുക്ക് ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നില്ല. അതാ ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. ഇവിടെ അത്യാവശ്യം നല്ലൊരു ബമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ മോശപ്പെട്ട റോഡാണ്. അതിൽ ഞാൻ വണ്ടി ജസ്റ്റ് ഒന്ന് ഇറക്കുകയാണ് പതുക്കെ. നോക്കിക്കോളി സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്തോളി. കണ്ടില്ലേ ഉള്ളിലേക്ക് ആ ഒരു കുത്തുന്ന ഫീൽ ഇതിന് വരുന്നില്ല. അതായത് ഒരു സ്മൂത്ത് ഫീൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് ആ ഒരു കുത്തുന്ന ഫീലും കാരണം ഇതിന് വരുന്നില്ല. പക്ഷെ നമുക്ക് വിറ്റാറിനായിട്ട് കമ്പയർ ആണ് ഇപ്പോൾ ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ഇതിൽ ചെയ്ത് വിറ്റാറാണ്. അതിനേക്കാളും കുറച്ചും കൂടി സ്മൂത്ത് ആണ് ഇതിൻ്റെ സസ്പെൻഷനും കാരണം വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിങ്ങും വരുന്നത്. ഇത് 1 ലിറ്റർ ആണെങ്കിൽ കൂടി ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം ഉണ്ട്. അതായത് നമുക്ക് ട്രാഫിക്കിലോ എവിടെ വണ്ടി ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ ചെറിയൊരു ബാറ്ററി വന്ന് ബൂസ്റ്റപ്പ് എടുക്കുന്നുണ്ടെങ്കിലും നമുക്ക് മൈലേജ് അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡ് വിസിബിലിറ്റി അതുപോലെ തന്നെ ഫ്രണ്ട് വിസിബിലിറ്റി ഒക്കെ പക്ക സിമ്പിളാണ് ഇതിന് വരുന്നത്. ഇവിടെ നമുക്കൊക്കെ ആയിട്ടുള്ളത് ഞാൻ ഇവിടുന്ന് ഹിൽ ഹോൾഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നമുക്ക് സ്പീഡോമീറ്റർ RPM ഞാൻ നേരത്തെ കാട്ടി തന്നു, ഡിജിറ്റലാണെന്ന് കാട്ടി തന്നു. അതിന്റെ വ്യൂ നമുക്ക് സെപ്പറേറ്റ് ആയി കൂട്ടാം. അതായത് നമുക്ക് ഒന്ന് ഇവിടെ കാണിക്കും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മീറ്റർ ഗേജ് ആയിക്കാണ്ട് നമുക്ക് ഡിജിറ്റൽ ആയിക്കാണ്ട് ഇതിൽ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഒന്ന് ഇതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇതാണ് വരുന്നത്. മൂന്നാമത്തത് നമുക്ക് ഇതാക്കണം സാധാ സ്പീഡോമീറ്റർ ഇതിൽ കാണിക്കാം. മറ്റേത് RPM നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഹിൽ ഹോൾഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താണ് കയറ്റം. കണ്ടില്ലേ ആ ബൂസ്റ്റ് പ്രതീക്ഷ. പക്ഷേ പെട്ടെന്ന് കൊടുക്കുമ്പോൾ ചെറിയൊരു ഇത് ഉണ്ടെങ്കിലും അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ബൂസ്റ്റപ്പായി പോവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇക്കോ മോഡ് അതുപോലെ തന്നെ കംഫർട്ട് മോഡും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. സ്പോർട്ട് മോഡും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് അല്ലേ. ഇക്കോ മോഡ് ഇത് 1 ലിറ്റർ പെട്രോൾ എഞ്ചിനും കൂടി നമുക്ക് അത് സ്പോർട്ട് മോഡ് കിട്ടണ്ട. എന്നാൽ തന്നെ നമുക്ക് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് കിട്ടും. പിന്നെ
ഒന്നൊരു കയറ്റി നമ്മളിവിടെ പാർക്ക് ചെയ്യാണ്. ഇനി ഹില്ലോട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് വണ്ടി ബാക്കിൽ ഇറങ്ങുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ വണ്ടി ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടു. ഞാൻ ബ്രേക്ക് വന്ന് കാലെടുത്ത് നോക്കാം. അതിൻ്റെ ഹിൽ ഹോൾഡ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. കണ്ടില്ലേ വണ്ടി ഓട്ടോമാറ്റിക്. ഞാൻ ആക്സിലേറ്റർ കാലെടുത്തിട്ടില്ല. അതായത് നമുക്ക് ബ്രേക്ക് വന്ന് ജസ്റ്റ് പിടിച്ച് നിർത്തി വണ്ടി. ഞാൻ ആക്സിലേറ്റർ വന്ന് ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒന്നും കാട്ടില്ല. റിലീസ് ചെയ്യാണ്. ബാക്കിലേക്ക് വണ്ടി ഇറങ്ങുള്ള ഓട്ടോ ഫുള്ളാണ് മുന്നേക്ക്. അത് നല്ലൊരു ഫീച്ചറാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡ്രൈവിങ് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓർക്ക് ഈ കയറ്റത്തിനൊക്കെ ഭയങ്കര റിസ്ക് ആകാറ്. അതായത് വണ്ടി എടുക്കുക ഓട്ടോമാറ്റിക് അല്ലാത്ത മാനുവൽ ട്രാൻസ്മിഷനും എങ്കിലും റിസ്ക് ആക്കാറ്. ഈ കയറ്റുന്ന എങ്ങനെ എടുക്കാം ബ്രേക്ക് വലിച്ചിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക് മുന്നേക്ക് പോകും ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിലേക്ക് വണ്ടി ഇറങ്ങും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. സ്പോർട്ട് മോഡിലാണ് വണ്ടി ഇറക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഗിയർ ഷിഫ്റ്റിംഗ് അറിയുന്നുണ്ട് എങ്കിലും കണ്ടില്ല പെട്ടെന്ന് ബൂസ്റ്റപ്പ് ആയി പോകുന്നുണ്ട്. നേരത്തേക്കാളും കുറച്ചും കൂടി ഒരു രീതിക്ക് ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒന്നും കൂടി ഒന്ന് ഒരു നമ്മളെ കൈക്ക് ഒന്നുകൂടി റഫായ ഫീൽ ഉണ്ട്. അതായത് നമുക്ക് ആ ഒരു ടേണിംഗ് എടുക്കാൻ വേണ്ടി കാരണം തന്നെയാണ് സ്റ്റിയറിംഗ് ഒന്ന് ടൈറ്റായ ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിലും കണ്ടില്ലേ ഹോൾഡിംഗ് ഒക്കെ പക്കയാണ്. അതുപോലെ തന്നെ നമുക്ക് മോഡ് മാറ്റം എങ്ങനെ വെച്ചാലേ ഇപ്പോൾ ഞങ്ങളെ പേരെന്തെന്ന് പറയുന്നത് ഫാരിസ് പറഞ്ഞത് ട്രിക്ക് എന്താ വെച്ചാൽ അതായത് വണ്ടിക്കുള്ള ട്രിക്ക് എന്താ വെച്ചാൽ നമുക്ക് ബാക്ക് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ വണ്ടി ഇപ്പോൾ നമുക്ക് ഡ്രൈവിലാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നുകൂടി ബാക്ക് കിട്ടാൽ സ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിന് മാറും. അത് നല്ലൊരു ഇതാണ്. അതായത് നമുക്ക് ഈ ഒരു കൺട്രോൾസിൽ മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു സംഭവം തന്നെ അതായത് നമുക്ക് ഗിയർ ഒന്ന് മാറ്റിയാൽ തന്നെ ഈ ഒരു സംഭവം വരും. ഇനി ഇവിടെ ഒരു ഇറക്കുണ്ട്. അതായത് നമുക്ക് റിവേഴ്സിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഹിൽ ഹോൾഡ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇറക്കുന്നുണ്ടോ ഇവിടെ? ഷോസ് 80 കേട്ടോ വന്നാ ബ്രേക്ക് ഓട്ടിയത്. സ്പോർട്ട് മോഡ് റൈസ് പോയിക്കോളി. ഇപ്പോൾ സ്പോർട്ട് മോഡിലാണ്. സ്പോർട്ട് 3 S3 എന്നുള്ളതിലാണ്. 56 60 70 ഗിയർ മാറുന്ന അറിയണ്ടെന്നുണ്ടെങ്കിലും അതായത് നമ്മളെ ഒരു മടുപ്പിക്കുന്ന ഫീൽ അല്ല ഇതിന് വരുന്നത്. ബ്രേക്കിംഗ് ആണ് നോക്കിക്കോളി. ഇപ്പോൾ 70 ചവിട്ടിയത് വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ബ്രേക്കിംഗ് ഒക്കെ സൂപ്പർ സ്വിഫ്റ്റാണ് വരുന്നത്. നമ്മൾ ഇറക്കത്തുനിന്ന് ഇതിൻ്റെ ആ ഒരു റിവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതായത് നമുക്ക് ആ ഈ ലോഡും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഡ്രൈവിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ കാഴ്ച ഒരു ഇറക്കത്തിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഈ ഹോൾഡ് ചെക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് കിട്ടുക. അതായത് നമ്മൾ ഇറക്കത്തിൽ നിന്ന് ബാക്കിക്ക് റിവേഴ്സ് ഇട്ടാൽ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഇത് നോക്കിക്കോളൂ. ഇപ്പോൾ റിവേഴ്സിലാണ് വണ്ടി ഇറക്കുന്നത്. ഇനി വണ്ടി മുന്നിലേക്ക് പോകൂല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ബാക്കിക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. കണ്ടില്ലേ ഞാൻ ബ്രേക്ക് വന്ന് കാർ എടുത്തിട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി ബാക്കിക്ക് പോകും. ജസ്റ്റ് ഒരു വണ്ടി വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ മുന്നിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഏകദേശം 4.5 മീറ്റർ ലെങ്ത്ത് വരുന്ന വണ്ടിയാണ്. ഇനി ഇതിൻ്റെ റേഡിയസ് നോക്കിയാണ്. അതായത് നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ഞാൻ പറഞ്ഞു ലൈറ്റ് വെയിറ്റ് സ്റ്റീരിംഗ് വീലാണ്. ജസ്റ്റ് ഒന്ന് ടേൺ എടുത്തുള്ളൂ. ഇപ്പോൾ ഫുള്ള് കയറി വണ്ടി കണ്ടില്ലേ ടേണിംഗ് റേഡിയസ് വളരെയധികം കുറവാണ്. വീണ്ടും ഇതിൻ്റെ സ്പോർട്ട് മോഡ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ഗിയർ ഒന്നും കൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ ഫസ്റ്റ് ഇതാ ഇപ്പോൾ ബ്രേക്ക് വെച്ച് വണ്ടി ഞാൻ ജസ്റ്റ് വണ്ടി സ്പോർട്ട് മോഡിലാട്ടോ വണ്ടി ഇറക്കുന്നത്. ഇപ്പോൾ S1 ഞാൻ ആക്സിലേറ്റർ കൊടുത്തു. അല്ല ആ ഒരു ഷിഫ്റ്റിംഗ് നമുക്ക് പെട്ടെന്ന് നല്ല സ്പീഡിലാണ് ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് നോക്കിക്കോളി. ഈ ഒരു വളവ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാണ്. ഏകദേശം 62 കിലോമീറ്ററിലാണ് ടേൺ ചെയ്യുന്നത്. നോക്കിക്കോളി യാതൊരു ഒരു കുഴപ്പമില്ല. ഞാൻ സ്പോർട്ട് മോഡ് ഒന്നുകൂടി ലെങ്ത് അതായത് ഒന്നുകൂടി നേരായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാം. നോക്കിക്കോളിട്ടോ ബൂസ്റ്റപ്പ് ചെയ്യാണ്. RPM ഒക്കെ കയറ്റുകയാണ്. ആ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിലെത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. അതായത് ആ സൗണ്ട് ഇത് വാണിംഗ് ആണ്. ഏകദേശം 80 കിലോമീറ്ററിന് മുകളിൽ പോയ വാണിംഗ് ആണ് വന്നത്. വേറെ ഒന്നുമല്ല. അതിൽ ക്വിക്ക് റെസ്പോണ്ടിങ് ആണ് ഇപ്പോൾ ഇത് വരുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ലാഗൊന്നും വലിയപ്പോൾ ഫീൽ ചെയ്യണില്ല. അതായത് ഒന്നര ബൂസ്റ്റപ്പ് ചെയ്യേണ്ട ലാഗും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ പെട്ടെന്നാണ് ഇത് ഏകദേശം 80 കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഇത് വന്നത്. നോക്കിക്കോളി പക്ഷേ ഞാൻ സ്പീഡോമീറ്റർ അടി കൊടുത്തോട്ടോ. 69 72 അതുപോലെ തന്നെ 76 വാണിംഗ് വന്നു 80. ഇത് 100 കിലോമീറ്റർക്ക് ആദ്യം തന്നെ പറഞ്ഞ ഏകദേശം 9 സെക്കൻഡിലാണ് ഇത് 100 കിലോമീറ്റർ. പിന്നെ ഇതിന് വേറെ ആയില്ലെന്ന് വെച്ചാൽ ഇത് 1 ലിറ്റർ ആണെന്നും കൂടി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഇതന്നെ എത്ര പെർഫോമൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 1.5 എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് ഊഹിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. അല്ലെങ്കിൽ ശതമാനം അതായത് നിങ്ങൾ ജസ്റ്റ് മലപ്പുറം വരിക. മലപ്പുറത്താണ് ഇത് വരുന്നത്. എന്താണ് സ്ഥലത്തിൻ്റെ പേരെടാ? കൂറ്റിലങ്ങാടി. അവിടെയാണ് ഇത് വരുന്നത് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ബുക്ക് ചെയ്യാനൊക്കെ ബുക്ക് ചെയ്യുക. എത്ര വർഷം വെയിറ്റിംഗ് പീരീഡ് എത്ര വരുന്നുണ്ട് ഇതിൻ്റെ? 3 മാസം. അതിന് മുന്നേ എന്തായാലും കിട്ടലുണ്ടോ അല്ലേ? 3 മാസമാണ് ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് കേട്ടോ. ബെൻസാണ് അപ്പോൾ ഗൈസ്. ഇപ്പോൾ നമ്മളൊരു ടേൺ എടുക്കുകയാണ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഒന്നും കൂടി ചെക്ക് ചെയ്യാണ്. നോക്കിക്കോളി മുന്നിൽ കുറച്ച് പൈപ്പും ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇവിടുന്ന് എടുത്ത് നോക്കുകയാണ്. കിട്ടുമോ നോക്കാമല്ലോ. നോ പ്രോബ്സ്. അതായത് ഞാൻ അതായത് ഞാൻ ശരിക്കും അങ്ങനെയല്ല എടുക്കേണ്ടത്. ഞാൻ ഇങ്ങനെ എടുക്കേണ്ട സംഭവമാണ്. അതാണ് ഞാൻ കുറച്ചുകൂടി എടുത്തത്. എങ്കിലും ഇത്
പെട്ടെന്ന് ടേൺ ചെയ്ത്, അതായത് നമുക്ക് ആ ഒരു വൈഡ് ആയിട്ട് പോകണില്ല, അത്യാവശ്യം നല്ലൊരു എടുത്ത് തന്നെയാണ് നമുക്കിത് ടേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മാനുവൽ മോഡിലാണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോവാണ്. ഇപ്പോൾ അത് 3ാം ഗിയറിലാണ്, ഇപ്പോൾ 4ാം ഗിയറിലെത്തി മാനുവൽ. ഇനി ഇത് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന്, അത് ഇപ്പുറത്ത് ഡൗൺ ഷിഫ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ചെക്കിയാൽ നമുക്ക് സാധാ നമ്മൾ മാനുവൽ മോഡ് യൂസ് ചെയ്യണേ അത് ഇതിപ്പം ചെയ്തു നമുക്ക് ഇതും ചെയ്യാം. അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം ചിലവർക്ക് ചടപ്പേക്കാം, അതായത് ഗിയർ മാറ്റി പോകണമെന്നുള്ള ഒരു ഫീലിലുള്ളവർക്കും കൂടി ഈ സംഭവം, അതായത് ഇവിടെ ഈ നോബ് നമുക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. നോക്കിക്കോളി, ഇപ്പോൾ 3rd ഇറക്കണത് ഇപ്പോൾ 4th അതായത് ഇനി ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്, ക്ലച്ച് മുന്നോട്ട് ഫീൽ കിട്ടുന്നുണ്ട്, ആക്സിലേറ്റർ വന്ന് കാലെടുക്കുക, എന്നിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്ററിനും കാലെടുത്തിട്ട് ജസ്റ്റ് ബാക്കിൽ ആക്കിയാൽ ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റ് ആയി. അതുപോലെ തന്നെ നമുക്ക് ആ ഗിയർ, അതായത് നമ്മൾ ആ ഒരു മാനുവൽ മോഡ് യൂസ് ചെയ്യുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിമൊന്ന് കിട്ടും ചെയ്യും കേട്ടോ. ഇത് നമുക്ക്, അതായത് ഇപ്പോൾ ചിലവർക്ക് സംശയം ഉണ്ടാവും, ഇത് നമുക്ക് പോകുന്ന ടൈമിൽ തന്നെ നമുക്കിത് മാറ്റാൻ പറ്റുമെന്നുള്ള സംശയം ഉണ്ടാവും. ഇത് നമുക്ക് പോകുന്ന ടൈമിൽ, അതായത് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കിത് മാനുവൽ മോഡായിക്കാണ്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് മോഡായിക്കാണ്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. അതെന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഡ്രൈവ് കഴിഞ്ഞ് വിർട്ടസിന്റെ ഡ്രൈവ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് അത്യാവശ്യം. അതായത് നമ്മൾ ഗ്രാൻഡ് വിറ്റാര ഓട്ടിയേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഡ്രൈവ് ചെയ്ത്, കാരണം ഇതിന് കുറച്ചുകൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന് അന്നേരത്തോളം ഡ്രൈവ് ചെയ്ത്. അത്യാവശ്യം 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്, TSI എഞ്ചിന്. 1.5 ലിറ്ററിലേക്ക് വരുമ്പോൾ ഇതിന്റെ പവർ 250 ന്യൂട്ടൺ മീറ്ററായി മാറും. അതുപോലെ തന്നെ ഇത് 179 ന്യൂട്ടൺ മീറ്ററായി കാണാൻ ഇതിന് വരുന്നത്. എങ്കിലും കുറച്ച് പവറും കാര്യങ്ങളും, അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഡ്രൈവ് ചെയ്തിട്ട് ഇതിന്റെ 1.5ലേക്ക് വരുമ്പോൾ മരണമാസമായിരിക്കും. ഇനി ഇതിന്റെ ബോണറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ബോണറ്റ് ഓപ്പൺ ചെയ്യേണ്ട ലിവർ നമ്മൾ ബെൻസിലൊക്കെ കണ്ടത് ആ സെയിം സ്ഥലത്ത് തന്നെയാണ്, പോർഷയിലൊക്കെ കണ്ടത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബട്ടണാണ് ഇതിൻ്റെ, മറ്റേത് ഉള്ളിൽ കൂടെ കജ്ജിട്ടിട്ട് ആ ഒരു സംഭവം അല്ല വരുന്നത്, ബട്ടണാണ് ഇവിടെ വരുന്നത്. ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ജസ്റ്റ് ഒന്ന് പൊക്കാം, കണ്ടില്ലേ? ആ ബട്ടൺ ഒന്ന് കാട്ടി കൊടുത്താൽ ഈ ഒരു ബട്ടൺ കണ്ടില്ലേ, ഈ ബട്ടൺ വളരെയധികം പുറത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വളരെ സ്മൂത്ത് ആയിക്കാണ്ട് നമുക്ക് ഇത് എടുക്കാം. അതായത് ഉള്ളിലേക്ക് കൈയിട്ട് കണ്ട് എടുക്കേണ്ട സിംബം ഒന്നും വരുന്നില്ല. എഞ്ചിൻ റൂം അല്ലെങ്കിൽ ഈ ഒരു ഹൃദയം ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ല? അത്യാവശ്യം ഇതാണ് 1 ലിറ്റർ TSI ഏകദേശം. ഞാൻ പറഞ്ഞു ഈ പവറും കാര്യങ്ങളൊന്നും പറഞ്ഞ് വെറുപ്പിക്കണില്ല. ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ബാങ്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയോടെ പാക്ക് ചെയ്താണ്. പിന്നെ ഹൈഡ്രോളിക് സ്റ്റഡ് വരുന്നില്ല, നോർമൽ സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. Volkswagen വിർട്ടസിനെ കുറിച്ച് ഡ്രൈവിംഗ് കഴിഞ്ഞു, റിവ്യൂവും കാര്യങ്ങളൊക്കെ നല്ല ലാവിഷായിട്ട് കഴിഞ്ഞു. ഇത് Volkswagen മലപ്പുറത്താണ് ഇത് കിടക്കുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ച വീഡിയോ കിട്ടാൻ വേണ്ടി ചാനൽ അടിച്ചോളി സബ്സ്ക്രൈബ് ബട്ടൺ പൊളിച്ചൊരു ബെൽ ബട്ടൺ മൂടി അടിച്ചൊരു വീഡിയോ കാണാം. ബൈ, സീ സൂൺ.